അമ്മ അമ്മ എന്താ ആലോചിക്കുന്നത്? എടാ അതെ, ഞാൻ ഇപ്പൊ കീർത്തിയെ വിളിച്ചിരുന്നു. അവൾ ഇന്നലെ വിളിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലൊക്കെ അവള്. പിന്നെ അവളുടെ അമ്മായിയമ്മ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു അവൾക്കെന്തോ സ്വർണത്തിൻ്റെ വിലയൊന്നും അറിഞ്ഞൂടാ, നമ്മൾ നാളെ അവിടെ വരെ ചെല്ലണമെന്ന്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടാ. നമ്മൾ പേടിച്ചതുപോലെ സംഭവിക്കും അമ്മ. എന്തായാലും അവർ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോയേ പറ്റൂടാ. നമ്മളെ കൊച്ചവിടെ ആയിപ്പോയില്ലേ. അമ്മ വെറും കൈയും വീശി എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലണത്? കൊടുക്കാനുള്ളതിൻ്റെ പകുതി കാശെങ്കിലും കൊണ്ടല്ലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. പക്ഷെ ഇത്രയും പൈസ എവിടെ നിന്നടാ? ഞാനെൻ്റെ വണ്ടി പണയം വയ്ക്കാം. പിന്നെ കുറച്ച് കാശ് പലിശക്കാരൻ മോനിച്ചൻ്റെ അടുത്തും ചോദിക്കാം. അതൊന്നും വേണ്ടടാ, നമുക്ക് ഈ മാല അങ്ങ് പണയം വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട വിൽക്കാം. അതൊന്നും വേണ്ടമ്മ. ആകെ ഉള്ളത് ഒരു തരി പൊന്നാണ്, അതവിടെ കിടന്നോട്ടെ. അതൊന്നും സാരമില്ലടാ. എൻ്റെ കൊച്ചവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ എനിക്കെന്തിനീ മാലയൊക്കെ? ഒരു മനസ്സമാധാനവും ഇല്ലടാ. നമുക്കിതങ്ങ് വിൽക്കാം, അതാ നല്ലത്. അമ്മ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? അതൊന്നും സാരമില്ലടാ, നമുക്ക് വേറെ മാല ഇനി ഉണ്ടാക്കാൻ പറ്റും. അപ്പം അവള് സന്തോഷമായിട്ടിരിക്കട്ടെ. അന്യ വീട്ടിൽ ചെന്ന് നടന്ന് കഷ്ടപ്പെടുമായിരിക്കും. ഇത് കൊണ്ടുപോയി വിറ്റോ, അമ്മയ്ക്കൊരു സങ്കടം.